അങ്ങ് മുസ്ലിം ലീഗിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറിയാണ്. നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് മണ്ഡലത്തിലെ തയ്യാറെടുപ്പുകൾ എങ്ങനെയാണ്? സ്ഥാനാർത്ഥി ഇപ്പോഴും പ്രഖ്യാപിച്ചിട്ടില്ല. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുള്ളത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. അതിന് തിരഞ്ഞെടുപ്പിന് നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ലല്ലോ. പക്ഷേ ഈ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളവിടെ ഫീൽഡ് ചെയ്തിട്ടുണ്ട്. മുസ്ലിം ലീഗും ഐക്യ ജനാധിപത്യ മുന്നണിയും വളരെ സജീവമായിട്ട് രംഗത്തുണ്ട്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ സർവായുധ സന്നാഹത്തോടു കൂടി തന്നെ രംഗത്തിറങ്ങും. ഇപ്പോൾ 2 പ്രാവശ്യം നമുക്ക് നഷ്ടപ്പെട്ട നിയമസഭാ മണ്ഡലമാണ്, ഞങ്ങൾക്കറിയാതെ. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഫോഴ്സ് അവിടെ എത്രത്തോളം ഉണ്ട് എന്നുള്ളതും കഴിഞ്ഞ 2 രാഹുൽ ഗാന്ധി മത്സരിച്ച പാർലമെൻറ്റ് ഇലക്ഷൻ, അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധി മത്സരിച്ചിട്ടുള്ള പാർലമെൻറ്റ് ഇലക്ഷൻ, ഈ 2 പാർലമെൻറ്റ് ഇലക്ഷനും ഒരു കാര്യം, ഇപ്പോൾ അവിടെ കിട്ടിയ വോട്ടുകൾ എന്ന് പറഞ്ഞാൽ BJP വിരുദ്ധ CPM വിരുദ്ധ വോട്ടുകളാണ് ഇവർ കണ്ടൊരു കിട്ടിയത്. അത്രത്തോളം മെജോറിറ്റിയുള്ള ഒരു നിയമസഭാ മണ്ഡലം ഇനി ഒരിക്കലും നമുക്ക് നഷ്ടപ്പെട്ടുകൂടാ. ആ ഒരു തിരിച്ചറിവ് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകന്മാർക്ക് ബൂത്ത് തലത്തിൽ ഉണ്ടാക്കുക, അത് ഞങ്ങൾ അവയർനെസ് ചെയ്തുകൊണ്ടിരിക്കണം. മണ്ഡലത്തിലെ UDFൻ്റെ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിന് എന്തെങ്കിലും നിർദ്ദേശമുണ്ടോ? പരിചയസമ്പന്നരുള്ളവർ വേണം, അല്ലെങ്കിൽ യുവപ്രതിനിധി വേണം? അല്ല, അതൊന്നും ഇപ്പോഴത്തെ ഒരു സാഹചര്യം കൃത്യമായിട്ട് കോൺഗ്രസ് അസസ് ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പ് അതിൻ്റെ കപ്പാസിറ്റി ലീഡർഷിപ്പാണ്. ഇപ്പോൾ വർത്തമാന കാലഘട്ടത്തിൽ ഇപ്പോൾ പ്രത്യേകിച്ച് നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ എല്ലാ സാഹചര്യങ്ങളും വിലയിരുത്തിക്കൊണ്ട് തന്നെയായിരിക്കും അവർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക. മുസ്ലിം ലീഗിനെ സംബന്ധിച്ച ഒരു അഭിപ്രായം കൊണ്ട് ഞങ്ങളുടെ സംസ്ഥാന ലീഡർഷിപ്പ്, പ്രത്യേകിച്ച് ഞങ്ങൾ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, കുഞ്ഞാലിക്കുട്ടി സാഹിബൊക്കെ ആ കാര്യങ്ങൾ ബന്ധപ്പെട്ടൊരു ശ്രദ്ധയിൽപ്പെടുത്തും. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ലീഡർഷിപ്പ് ഇതിനൊക്കെ കഴിവുള്ള ഒരു ലീഡർഷിപ്പാണ്. അവസരോചിതമായി സന്ദർഭത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കിയിട്ട് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ അവിടുത്തെ ജയവും ഭൂരിപക്ഷവും അനിവാര്യമാണ് എന്നുള്ള തിരിച്ചറിവ് ആദ്യമുണ്ടാകേണ്ടത് കോൺഗ്രസ്സിന് തന്നെയാണ്. ഐക്യ ജനാധിപത്യത്തിലൂടെ നയിക്കുന്നത് അവരാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ആ നിലക്കുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവും. വലിയ തോതിലുള്ളൊരു ഭൂരിപക്ഷത്തിൽ അവിടെ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ഞങ്ങൾ ജയിക്കും. ആ ബോധമുണ്ടാക്കേണ്ടത് കോൺഗ്രസിനാണെന്ന് പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ട് 2 ആളുകളുടെ പേരുകൾ സജീവമായി ചർച്ചകളുണ്ട്. KPC ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൗക്കത്തും DCC പ്രസിഡന്റ് VS ജോയും. അതിലെന്താണ് പറയാനുള്ളത്? അതല്ല, സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന സമയത്ത് ഒരുപാട് പേരുകൾ നമ്മൾ പറഞ്ഞു കൊടുക്കും. അതിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ജയസാധ്യത, മറ്റു കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ പരിശോധിച്ചിട്ട് തന്നെ ആയിരിക്കും കോൺഗ്രസ് അവരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക. ഇക്കാര്യത്തിൽ ലീഗിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള മുതിർന്ന നേതാവ് P. അബ്ദുൽ ഹമീദ് മാസ്റ്റർ റിപ്പോർട്ടർ ചാനലിനോട് വ്യക്തമാക്കുന്നു. റിപ്പോർട്ടർ മുബഷിർ P. അക്ബർ ഇൻ റിപ്പോർട്ടർ തിരൂർ.